അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്തിഖാലാത്തിന്റെ തക്ബീറുകൾ ഓരോന്നും ഇമാമും മുബല്ലിഗുമൊക്കെ ജഹറാക്കി പറയുന്ന സന്ദർഭം എന്താണ് കരുതേണ്ടത്, എന്ത് കരുതാൻ പാടില്ല, ഒന്നും കരുതാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്, ബാത്തിലാകുന്ന രൂപവും അല്ലാത്ത രൂപവും സ്വീകരിച്ചാലും എല്ലാ സമയവും ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടായിക്കോണമെന്നുള്ള മറക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇളവുകളുണ്ടോ? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇമാമ് ഇന്തിഖാലാത്തിന്റെ തക്ബീർ ചൊല്ലുമ്പോൾ മുബല്ലിഗ് മഅ്മൂമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉറക്കനെ ചൊല്ലുമ്പോൾ ഇമാമിന് ഖിറാഅത്തിൽ എന്തെങ്കിലും പെശക് സംഭവിക്കുമ്പോൾ അവന്റെ മേൽ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ സമയത്ത് ആ ചെയ്യുന്ന പ്രവൃത്തി, ആ ചൊല്ലുന്ന ദിക്ർ അതല്ലെങ്കിൽ ഖിറാഅത്ത്, ഇവ കൊണ്ട് ഖുർആൻ എന്നോ ഖിറാഅത്ത് എന്നോ അതല്ലെങ്കിൽ ദിക്ർ എന്നോ മാത്രം കരുതിയാൽ നിസ്കാരത്തിന് പ്രശ്നമില്ല. ഇനി ഖിറാഅത്തിനെയോ ദിക്റിനെയോ ഉറക്കനയാക്കൽ ഇമാം മഅ്മൂമികളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ മഅ്മൂമിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുബല്ലിഗാവുമ്പോൾ, ഫാത്തിഹ ആകുമ്പോൾ മഅ്മൂമിന്റെ മേല് ചൊല്ലിക്കൊടുക്കുന്നത് അവനക്കത് വിഷയം അറിയാൻ വേണ്ടിയാണ് ചൊല്ലിക്കൊടുക്കുകയാണ് എന്നോ കരുതി അതോടൊപ്പം ഖിറാഅത്തിനെയും ദിക്റിനെയും കരുതി രണ്ടും കൂടി കരുതിയാലും നിസ്കാരത്തിന് പ്രശ്നമില്ല. വെറും ഇമാമിനെ മഅ്മൂമിങ്ങളെ അറിയിക്കുക, അതല്ലെങ്കിൽ മുബല്ലിഗാകുമ്പോൾ മഅ്മൂമിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഫാത്തിഹ ആകുമ്പോൾ ഇമാമിന്റെ മേല് ഇട്ടുകൊടുക്കുക, ചൊല്ലിക്കൊടുക്കുക, ഈ ഒരു ഉദ്ദേശം മാത്രമാണ് ഇതുകൊണ്ട് കരുതിയതെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നും കരുതിയിട്ടുമില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഇങ്ങനെ ഓരോ തക്ബീറിന്റെയും സന്ദർഭത്തിലും ഇമാമ് മുബല്ലിഗൊക്കെ ദിക്റാണ്, അതല്ലെങ്കിൽ ദിക്റും ഇഅ്ലാമുമാണ്, ദിക്റും തബ്ലീഗുമാണ് എന്ന് കരുതണം. ഇതാണ് മുഅ്തമദായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫത്ഹുൽ മുഈൻ യാനത്ത് സഹിതം 1217 218 ബിഗ്യ 49. എന്നാൽ ഇക്തഫൽ ഖതീബു ബിഖസ്ദി ദാലിക ഫീ ജമീഇ സ്വലാത്തി ഇൻദ അവ്വൽ തക്ബീറത്ത്. ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് തങ്ങളെ തൊട്ട് നഖൽ ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്, ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യത്തിൽ കരുതിയാൽ മതി നിസ്കാരം മുഴുവത്തിലേക്കും വേണ്ടിയിട്ട്. കാരണം മറ്റത് പ്രയാസമാണ് എന്നുള്ള നിലക്ക്. ബിഗ്യ 49 യാനത്ത് 1218. وجرى ابن قاسم العبادي في شرحه على مختصر أبي شجاع على صحة صلاة نحو المبلغ والفاتح على الإمام بقصد التبليغ والفتح فقط. ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നത്, മുബല്ലിഗ് പോലോത്തവർ അതല്ലെങ്കിൽ ഇമാമിന്റെ മേൽ പെശക് വരുമ്പോൾ ചൊല്ലിക്കൊടുക്കുന്നവർ അവരുടെയൊക്കെ നിസ്കാരം സഹീഹാകും. അവര് മുബല്ലിഗാകുമ്പോൾ മഅ്മൂമിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചാലും ചൊല്ലിക്കൊടുക്കുന്നവൻ ചൊല്ലിക്കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചാലും
തബ്ലീഗ് എത്തിച്ചു കൊടുക്കുക, മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചാലും ശരിയാകും. ലിൽ ജഹ്ലി ബിംതിനാഇ ദാലിക, ഇത് പാടില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. വൈൻ അലിമംതിനാ ജിൻസിൽ കലാമി, മൊത്തത്തിൽ സംസാരം പാടില്ല എന്നറിയാം എങ്കിൽ പോലും വൈലം യഖ്റുബ് അഹദുഹു ബിൽ ഇസ്ലാം വലാ നശഅ ബഈദൻ അനിൽ ഉലമായി, പണ്ഡിതന്മാരെ തൊട്ട് അകലെയല്ല ഓന്റെ ജീവിതം, കൂടിക്കറന്നുകൊണ്ട് തന്നെയാണ്, അടുത്ത് ഇസ്ലാമായ ആളൊന്നുമല്ല, എന്നാൽ പോലും ശരിയാകും എന്ന് ഇബ്നു ഖാസിം റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വലാ യസ്ഉ ജഹലത്തൽ അയിമത്തി ഇല്ലാ ഹാദാ, വിവരമില്ലാത്ത ഇമാമുകൾക്ക് ഇതല്ലാതെ വിശാലമാവുകയില്ല എന്നും ഇബ്നു ഖാസിം റഹ്മഹുല്ലാഹ് പറയുന്നു. ഖാല ഇബ്നു സിമി വയുഗ്തഫറു ലിൽ ആമിയ്യി വലോ മുഖാലിത്തൻ ലിമസീദി ഖഫാഇഹി വലാ യസ്ഉ ജഹലത്തൽ അയിമത്തി ഇല്ലാ ഹാദാ. വഅതമദ സുബ്കിയ്യു വൽ അസ്നവിയ്യു വൽ അസ്റഇയ്യു വസ്സുംഹൂദിയ്യു, ഈ ഇമാമുകൾ പ്രബലമാക്കിയത് അന്ന മാലാ യഹ്തമിലു ഗൈറൽ ഖുർആനി, ഖുർആനല്ലാത്തതിന് സാധ്യത ഇല്ലാത്ത ഒരു കലാമ്, ഔകാന ദിക്റൻ മഹദൻ, അതല്ലെങ്കിൽ തനി ദിക്റായിട്ടുള്ള ഒന്ന്, ലാ തബ്തുലു ബിഹി സ്വലാത്തു, അത് കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാകൂല, അലാ കുല്ലി തഖ്ദീർ, ഏത് സങ്കല്പന പ്രകാരമാണെങ്കിലും എന്ത് കരുതിയാലും. ഖാല അബൂ മഖ്റമ വബിഹി യുഅലമു, അബൂ മഖ്റമ തങ്ങൾ പറയുന്നു, ഇതുകൊണ്ട് അറിയപ്പെടും, അന്ന തസ്ബീഹ വത്തഹ്ലീല വഗൈറഹുമ മിൻ അൻവാഇൽ ദിക്രി, തസ്ബീഹ് തഹ്ലീല് തുടങ്ങിയ ദിക്റിന്റെ ഇനങ്ങളിൽപ്പെട്ടവ, മിൻ ഖിസ്മി മാ ലാ യസ്ലഹു ലിഖിതാബിൽ ആദമീന, പൊതുവെ മനുഷ്യരോട് അഭിമുഖീകരിച്ചു പറയാൻ പറ്റിയ ആ ഐറ്റത്തിൽപ്പെട്ടതല്ല അവ. അതുകൊണ്ട് ഫലാ യബ്താല, അവ കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാവൂല. വഇൻ ജുസിദ ബിഹി ഖസ്ദു തഫ്ഹീമി, ഇതുകൊണ്ട് വെറും മനസ്സിലാക്കി കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചാൽ പോലും. ഖുൽതു വനഖല സുയൂത്തി ഫിൽ അസ്ബാഹി വന്നവാഇർ, ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് അസ്ബാഹു നവായിറിൽ നഖൽ ചെയ്തിട്ടുണ്ട്, അൽ ഇജ്മാഅ അലാ ജവാസ് ജഹ്ലിൽ ഇമാമി, ഇമാമിനിക്ക് ഉറക്കനയാക്കൽ അനുവദനീയമാണ് എന്നുള്ളതിന്റെ മേൽ ഏകോപിത തീരുമാനത്തെ, ബിഖസ്ദി ഇഅ്ലാമിൽ മഅ്മൂമി, മഅ്മൂമിനെ അറിയിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ ഉറക്കനയാക്കൽ അനുവദനീയമാണ് എന്നതിന്റെ മേൽ ഇജ്മാഇനെ. കാരണം അന്നഹു തശ്രീക്കും ബൈന മന്ദൂബൈനി, ഈ ഇമാമ് ഇങ്ങനെ ഉറക്കനയാക്കുമ്പോൾ മഅ്മൂമിങ്ങളെ അറിയിക്കുക എന്ന് കരുതിയാൽ രണ്ട് സുന്നത്തിന്റെ മേൽ അവൻ പങ്കാക്കുകയാണ്. ഒന്ന് ദിക്ർ ചൊല്ലാണ്, മറ്റൊന്ന് മഅ്മൂമിങ്ങളെ അറിയിക്കുക. ഇത് രണ്ടും സുന്നത്തായ കാര്യമാണ്. തക്ബീർ, ഇന്ത്യകാലത്തിന്റെ തക്ബീർ എന്ന സുന്നത്തിന്റെ നിരക്ക് ചെയ്യുന്നു. ഉറക്കനയാക്കുമ്പോൾ മഅ്മൂമികളെ അറിയിക്കൽ എന്ന ആ ഉറക്കനയാക്കൽ സുന്നത്താണല്ലോ, ആ ഒരു സുന്നത്തും അവൻ ചെയ്യുന്നു. അപ്പൊ രണ്ട് സുന്നത്തും, ഉറക്കനയാക്കൽ എന്നൊരു സുന്നത്തും തക്ബീർ കൊണ്ടുവരാ എന്നൊരു സുന്നത്തും രണ്ടും കൂടിയാണ് അവൻ ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും നിസ്കാരം ബാത്തിലാവൂല എന്ന് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്ന അഭിപ്രായങ്ങളാണ്. പ്രബലഭൂഷണം അനുസരിച്ചുകൊണ്ടുള്ള വിധി നേരത്തെ പറഞ്ഞല്ലോ. 49. അല്ലാഹു അഅലം.